എക്ലറ്റസിൻ്റെ ഫീമെയിൽ ചിക്കാണ് കേട്ടോ. മെയിലും ഫീമെയിലിനെയും കാണാൻ പെട്ടെന്ന് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. മെയിലിനാണെങ്കിൽ ഗ്രീൻ കളറും ഫീമെയിലാണെങ്കിൽ ഇതുപോലെ റെഡ് കളറിലായിരിക്കും വരിക. പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഒരു ഫീമെയിലിന് 5-6 മെയിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇവരുടെ ഇടയിൽ ആ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ തത്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇണ ഉണ്ടാകത്തുള്ളൂ. ഈ പോളിഗമി, പോളിയാൻഡ്രി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും തത്തകളുടെ ഇടയിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ അല്ലാണ്ട് സംഭവിക്കാറുണ്ട്. ചില ബേഡ്സൊക്കെ ഇപ്പം നമ്മുടെ നോർമൽ ബഡ്ജറിഗാസൊക്കെ ആണെങ്കിൽ നോർമലി അതിന് ഒരു ഇണ ഉണ്ടാവുള്ളൂ. എത്ര വലിയ കോണലീൻ ഇട്ടാലും നോർമലി ഒരു ഇണ ഉണ്ടാവുള്ളൂ. ചില കേസുകളിൽ ചില മെയിൽ കളിക്കാരന്മാരായിരിക്കും, അവന്മാർ വേറെയും ഫീമെയിലുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാവും. പക്ഷേ ഈ എക്ലറ്റസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഒരു ഫീമെയിലിന് കൂടുതലും മെയിലുമായിട്ട് ബന്ധമുണ്ടാവും. ഇപ്പോൾ വൈൽഡിലാണെങ്കിൽ ഇവർ പല മെയിലുമായിട്ട് മേറ്റ് ചെയ്യും. അതിനുശേഷം ഇവർ എഗ് ചെയ്യുന്നുണ്ടാവും. എഗ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഫീഡ് കൊണ്ട് കൊടുക്കുന്നത് ഈ മേറ്റ് ചെയ്ത എല്ലാ മെയിൽസും ഇതിന് വന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവും. ആ രീതിയിലാണ് ഇവർ വൈൽഡിൽ ഇവർ ബിഹേവ് ചെയ്യുക.